ഹലോ ഗേയ്സ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റഷ്യൻ റവല്യൂഷൻ 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനേവ് രാജവംശം ഭരിച്ചിരുന്നത് ഏത് രാജ്യമാണ്? റഷ്യ. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനേവ് രാജവംശം ഭരിച്ചിരുന്ന രാജ്യമാണ് റഷ്യ. ഒരിക്കൽ കൂടി പറയാം. 1613 ടു 1917 വരെ കാലഘട്ടത്തിലെ റോമനേവ് രാജവംശം ഭരിച്ചിരുന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. 1917 മാർച്ച് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു കെറൻസ്കി. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു കെറൻസി. ഒന്നും കൂടെ പറയാം. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനേവ് രാജവംശം ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരി കെറൻസ്കി ആയിരുന്നു. 1917 റഷ്യയിലെ കെറൻസ്കി നേതൃത്വം നൽകി പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് മാർച്ച് വിപ്ലവം എന്നാണ്. 1917 റഷ്യയിലെ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് മാർച്ച് റവല്യൂഷൻ എന്നാണ്. ഒന്നും കൂടെ പറയാം. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനേവ് രാജവംശം ഭരിച്ചിരുന്ന രാജ്യമാണ് റഷ്യ. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരിയായിരുന്നു കെറൻസ്കി. 1917 റഷ്യയിലെ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് മാർച്ച് റവല്യൂഷൻ അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്നാണ്. 1917 ഒക്ടോബർ നവംബർ മാസത്തിൽ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത ഈ മഹാൻ 1917 1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവൻ ലെനിനായിരുന്നു. ഒന്നും കൂടെ പറയാം. 1917 ഒക്ടോബർ നവംബർ മാസത്തിലെ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത സംഭവം 1917 1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവൻ ലെനിൻ ആയിരുന്നു. നമുക്ക് ആദ്യം തൊട്ട് ഒന്നും കൂടി നോക്കാം. 1613 മുതൽ 1917 വരെ കാലഘട്ടത്തെ റോമനേവ് രാജവംശം ഭരിച്ചിരുന്നത് റഷ്യ എന്ന രാജ്യമായിരുന്നു. 1917 മാർച്ചിലെ ഫെബ്രുവരി റവല്യൂഷൻ റഷ്യയിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെറൻസ്കി ആയിരുന്നു. 1917 റഷ്യയിലെ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് മാർച്ച് റവല്യൂഷനാണ്. 1917 ഒക്ടോബർ നവംബർ മാസത്തിൽ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനമിടുകയും ചെയ്തത് 1917 1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവനായ ലെനിനായിരുന്നു. ആധുനിക കലണ്ടർ പ്രകാരം ഒക്ടോബർ റവല്യൂഷൻ ഏത് മാസത്തിലാണ് നടന്നതെന്ന് ചോദിച്ചാൽ നവംബർ മാസത്തിലാണ്. ആധുനിക കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം നടന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ നവംബർ മാസത്തിലായിരുന്നു. ആരുടെ കൃതികളാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത്? ലിയോ ടോൾസ്റ്റോയുടെ കൃതിയായ ആണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത്. നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. 1613 മുതൽ 1917 വരെയുള്ള കാലഘട്ടത്തിൽ റോമനേവ് രാജവംശം ഭരിച്ചിരുന്ന രാജ്യമാണ് റഷ്യ. 1917 മാർച്ചിലെ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിലെ ഭരണാധികാരി ആയിരുന്നു കെറൻസ്കി. 1917 റഷ്യയിലെ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത സംഭവം മാർച്ച് റവല്യൂഷൻ അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. 1917 ഒക്ടോബർ നവംബർ മാസത്തിൽ റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം വഹിക്കുകയും ആധുനിക കമ്മ്യൂണിസ്റ്റ് റഷ്യയ്ക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്ത് 1917 1924 കാലഘട്ടത്തിൽ റഷ്യയുടെ രാഷ്ട്രത്തലവനായ ലെനിനായിരുന്നു. ആധുനിക കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം നടന്നത് ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചാൽ നവംബർ മാസത്തിലാണ്.
ആരുടെ കൃതികളാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത്? ലിയോ ടോൾസ്റ്റോയ്. ഏത് വിപ്ലവം കാരണമാണ് ലെനിൻ റഷ്യയുടെ പ്രസിഡന്റായത്? ഒക്ടോബർ വിപ്ലവം. ഏത് വിപ്ലവം കാരണമാണ് ലെനിൻ റഷ്യയുടെ രാഷ്ട്രത്തലവൻ ആയത് എന്ന് ചോദിച്ചാൽ ഒക്ടോബർ വിപ്ലവം മൂലമാണ് സംഭവിച്ചത്. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേര് ബോൾഷെവിക് വിപ്ലവം. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് ബോൾഷെവിക് വിപ്ലവം. അപ്പം നമ്മൾ എക്സാമിന് ബോൾഷെവിക് വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റഷ്യ. ഈ ബോൾഷെവിക് വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ വിപ്ലവം എന്നാണ്. അപ്പം എല്ലാവരും ഇത് ഓർത്ത് വെക്കണം. ഇന്ന് ഇത്രയും ക്ലാസ് മതി, ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ഓക്കെ ഗെയ്സ്, ടാറ്റാ.